പുതിയ പ്രൊമോ വന്നു, അടിപൊളിയായിട്ടുണ്ട്. അതായത് അടുത്ത ദിവസം തുടങ്ങുന്നത് ഭയങ്കര മുട്ടൻ അടിയിലും വഴക്കിലൊക്കെയാണ്. പവർ ടീം പവറിന്റെ അധികാരം ഉപയോഗിച്ച് ഡെൻ റൂം പൂട്ടി. അതായത് ഡെൻ റൂം ജിൻജോക്കിട്ട് ഒരു പണി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അവർ രാത്രി തന്നെ പ്ലാൻ ചെയ്താണ്. അപ്പൊ ഡെൻ മനസ്സിൽ കണ്ടപ്പോൾ പവർ ടീം അത് മാനത്ത് കണ്ടു. സിബിനും ടീമിനോടാണ് കളി, അതും കുത്തിത്തിരിപ്പിന്റെ കുതന്ത്രത്തിന്റെ ആശാനാണ് സിബിൻ. അപ്പൊ പവർ അധികാരം ഉപയോഗിച്ച് വീട് പൂട്ടി പെട്ടിയും കിടക്കിയും എടുത്ത് അവരിതേ വെളിയിൽ കായി. അതാണ് കളി. ഇതുവരെ പവർ ടീമുകാർ എന്താ ചെയ്തിട്ടുള്ളത്? ചോറ് കൊടുക്കില്ല, വെള്ളം എടുത്തിട്ട് വാ, ബാത്റൂമിൽ പോകണ്ട, തവളച്ചാട്ടം ചാട്, ഡാൻസ് ചെയ്യ്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇവര് കാല് തിരുമ്മി കൊടുക്കുക, ഇത്യാദി ഐറ്റംസ് ആണല്ലോ അവർ ചെയ്തത്. കളി മാറി. അപ്പൊ അങ്ങനെ മറിയാനും വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് വീട് ഉണർന്നത്. ഇപ്പോഴാണ് നമ്മൾക്കും കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആയത്. അതായത് പവർ ടീം ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. റൂളിനകത്തിരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് ചെയ്ത്. ഇപ്പോഴാണ് ഋഷിക്കെല്ലാം മനസ്സിലായത്. കൂടെ കൂട്ടിയ ആൾ ശരിയായിട്ടുള്ള ആളാണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലായി. ഭയങ്കര ആഹ്ലാദത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സിബിന് പവറിൽ കയറ്റി കഴിഞ്ഞാൽ എന്തായാലും വീടൊന്ന് ഇളകും. അപ്പം ശരിക്കും വീടൊന്ന് ഇളക്കി മറിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഡെൻ ടീമിന് ഒരു ഇളവ് കൊടുക്കുന്നത് ഗബ്രി ടീമാണ്. പെട്ടിയും കിടക്കായിട്ട് പുറത്തുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അവരിത് പൂട്ടി. അതായത് ഗബ്രി പവർ ടീമിനോടും ജിൻഡോയോടും മാപ്പ് പറയുകയാണെങ്കിൽ തുറന്നു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഇതാണോ നിങ്ങളുടെ മനുഷ്യത്വം എന്നെല്ലാം പറഞ്ഞ് ഗബ്രി പറയുന്നുണ്ട്. നീ പോയി മെഴുകടാ, നീ പോയി ജനങ്ങളെ മെഴുകി, നീ എന്തൊക്കെയാ കാണിച്ച് നീ അവിടെ പോയി മെഴുകടാ പറഞ്ഞ് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. അവിടെയും ഗബ്രി തേഞ്ഞൊട്ടി. ഇനിയും തേഞ്ഞൊട്ടാൻ ഡെൻ ടീമിന്റെ ജീവിതം പിന്നെയും ബാക്കി എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇപ്പൊ റൂം മാത്രമേ പൂട്ടിയിട്ടുള്ളൂ. ഇനി അടുത്ത കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് കാണാനുള്ള എപ്പിസോഡ് അടിപൊളിയായിരിക്കും എന്തിനെ പറയാം. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ പോരട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.